ആറ്റ്ലസ് ഫാഷൻ, മിനർവാപ്പടി, നിലമ്പൂർ. KTH Jewelry, Silver, Gold and Diamond, KNS Building, near Grameen Bank, Agambadam. സമൂഹമാധ്യമങ്ങളിൽ തനിക്കെതിരെ അപവാദ പ്രചാരണം നടത്തുന്നതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് യുവാവ് നിലമ്പൂർ പോലീസിൽ പരാതി നൽകി. സമൂഹമാധ്യമമായ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും തന്റെ ചിത്രവും മറ്റൊരാളുടെ പേരും ചേർത്തുവെച്ചാണ് പ്രചാരണമെന്ന് നിലമ്പൂർ ചന്തക്കുന്ന് മുമ്മുള്ളി സ്വദേശിയായ യുവാവ് വെളിപ്പെടുത്തി. കഴിഞ്ഞ ദിവസം അകമ്പാടത്തെ ആശുപത്രിയുടെ ശുചിമുറിയിൽ നിന്ന് കണ്ടെടുത്ത മരിച്ച നവജാത ശിശുവിന്റെ പിതൃത്വം തന്നിൽ ആരോപിച്ചാണ് പ്രചാരണം നടത്തുന്നത്. ആരോപണ വിധേയനായ യുവാവും കുഞ്ഞിനെ ഉപേക്ഷിച്ച യുവതിയും കുറച്ചുനാൾ ഒരുമിച്ച് ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു. അന്നെടുത്ത ഗ്രൂപ്പ് ചിത്രത്തിൽ നിന്നെടുത്ത ഭാഗമാണ് അപവാദ പ്രചാരണത്തിനായി ഉപയോഗിച്ചതെന്നും യുവാവ് വിശദീകരിച്ചു. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ന്യൂസിലൊക്കെ വന്നിട്ടുള്ള നവജാത ശിശുവിനെ ബാത്റൂമിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു കേസിൻ്റെ ഭാഗമായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇതിൻ്റെ ഒരു ഫോട്ടോ വേറൊരാളുടെ പേരുമായിട്ട് വെച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ഒരു കള്ളവാർത്തയായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. അപ്പം അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടെ കുറേ പേരിങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു കേസിൻ്റെ ഭാഗത്തിൽ എനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മാത്രമല്ല ഇത് കാരണം ഞാനും എൻ്റെ കുടുംബവും ഇപ്പോൾ കടുത്ത മാനസികമായിട്ടുള്ള പീഡനത്തിനും മാനനഷ്ടത്തിനും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ പോസ്റ്റ് ചെയ്ത ആളുടെ പേരിൽ ഞാൻ നിലമ്പൂർ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരിക്കേണ്ട ഒരാളാണ് ഇത്തരം ഒരു വാർത്ത ചെയ്തിട്ടുള്ളത്. അപ്പം അതും സ്റ്റേഷനിൽ കംപ്ലയിൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെതിരെ ഞാൻ കടുത്ത മാനസികമായിട്ടുള്ള പീഡനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഇതൊരു കള്ളപ്രചാരണമായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പോസ്റ്റ് ചെയ്ത ആളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാൻ സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതെ അത് കംപ്ലയിൻറ്റ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ പുറത്ത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അല്ല, ആദ്യമായിട്ടല്ല. ഇതിന് മുന്നേ നമ്മൾ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റേഷനിൽ. വാട്സപ്പിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടും പിന്നെ കഴിഞ്ഞ 3-ാം തീയതിയാണ് ഈ ഒരു പോസ്റ്റ് ആൾ ഇൻസ്റ്റാഗ്രാം വഴി പോസ്റ്റ് ചെയ്തത്. അപ്പോൾ അതിനെ തുടർന്ന് അത് ഒരുപാട് പേര് കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്തു. അതെ അവർ അല്ല, ഫോർവേഡ് ചെയ്തല്ല, അവർ പോസ്റ്റ് ചെയ്തു. അതായത് വേറൊരാളുടെ പേര് വെച്ചിട്ട് എൻ്റെ ഫോട്ടോയും വെച്ചിട്ടാണ് ആളിത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവരെ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ വിളിച്ചിരുന്നു. ചെറുച്ചാങ്ങനെ സംഭവം ചെറിയൊരിപ്പോൾ എൻ്റെ പേരിങ്ങനെ നടക്കുന്നുണ്ട് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഞായറാഴ്ച പോയെങ്കിൽ ഞാനെൻ്റെ തുണക്കാരനെ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നു. അപ്പോൾ അതിനടിസ്ഥാനത്തിൽ ഞങ്ങൾ അന്വേഷിക്കും. സാറ് പറഞ്ഞാൽ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോണത്. ഇത് ഇന്നലെയാണ് ഈ രണ്ടാമതും ഇത് വിളിച്ചിട്ട് പറയുന്നത്. ഞാൻ എന്തായാലും അവിടെ നിന്ന് വരുന്നുണ്ട്. ഇന്നത്തെ 7 മാസം അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്നതാണ്. അപ്പോൾ അവിടെ വരുന്നുണ്ടെങ്കിൽ തന്നെ ചിലവ് ഒക്കെ കൂടുതലാണ്. ഇപ്പോൾ അങ്ങോട്ട് പോകുന്ന ചിലവ് കൂടുതലാണ്. അപ്പോൾ അല്ലെങ്കിൽ 6 കൊല്ലമായി നട്ടല് ഇതിലെ കടിയുടെ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കാനുള്ളതുകൊണ്ടാണ് ഇവനെ അച്ഛനായപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയി. ഇത്രയും ആൾക്കാർ ഇങ്ങനെ ഓരോരോ പ്രചരിപ്പിക്കുമ്പോൾ അത് നോക്കിയിട്ട് ചിന്തിച്ചിട്ടൊക്കെ വേണ്ടേ. 2 ആഴ്ചയായി പ്രചാരണം നടക്കുന്നുവെന്നും തനിക്കും കുടുംബത്തിനും ഏൽക്കേണ്ടി വന്ന മാനസിക പ്രയാസത്തിന് കാരണമായ അപവാദ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് യുവാവിന്റെ ആവശ്യം. ഇത് സംബന്ധിച്ച് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതായും യുവാവ് പറഞ്ഞു. യുവാവും മാതാവും ഒരു ബന്ധുവും ചേർന്നാണ് സംഭവം സംബന്ധിച്ചുള്ള വിശദീകരണം നൽകിയത്. A+ വിഷൻ, നിലമ്പൂർ. മഹാറാണി മഹാറാണി കനവിൻ റാണി എന്നും മഹാറാണി മഹാറാണി. അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത്? മഹാറാണി സിൽക്സ്, നിലമ്പൂർ, കൽപ്പറ്റ.
കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക്, നിലമ്പൂർ, ബഹ്റൈൻ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ജ്വല്ലേഴ്സ്, നിലമ്പൂർ, എടക്കര, ബഹ്റൈൻ.